പടികൾ ഇറങ്ങി സിംഗിൾ റൂട്ട് ബ്രിഡ്ജും തൂക്കുപാലവും കടന്നാൽ പിന്നെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എത്തി. മേഘാലയയിലെ ഏറ്റവും അടിപൊളി സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കണ്ടോ, മരത്തിന്റെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എത്രയോ അധികം ആളുകളാണ് ഈ ഒരു ബ്രിഡ്ജ് മാത്രം കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിറാപൂഞ്ചിയിലെ നോൺക്രിയാത്ത് വില്ലേജിലാണ് നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഉള്ളത്. 4 മലകൾ കയറി ഇറങ്ങിയാൽ പിന്നെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജും റെയിൻബോ ഫാൾസും. റബ്ബർ ഫിക് എന്നറിയപ്പെടുന്ന ഷീമയാലുകൾ കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. മരവേരുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഈ ഒരു വിസ്മയത്തിന് പിന്നിൽ ഗാസി ജനതയാണ്. Made long 8th century, 500 years. 5000-ഓളം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ബ്രിഡ്ജിലെത്താൻ. പക്ഷെ ഇവിടെ വന്ന ഒരു രക്ഷയുമില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഡബിൾ ഡെക്കർ ബ്രിഡ്ജൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് റെയിൻബോ ഫാൾസിലേക്കാണ്. ഇതാണ് നമ്മളുടെ ഗൈഡ്, ടൈബോർ എന്നാണ് പേര്. ഇദ്ദേഹമാണ് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇടതൂർന്ന വനങ്ങളും മലകളും താഴ്വരകളും, അങ്ങനെയാണ് യാത്ര. യാത്ര അത്ര എളുപ്പമല്ല, ഒരുപാടുണ്ട് നടന്ന് കയറാൻ. പക്ഷേ നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ നടന്നു പോവാം. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കുറേ വെള്ളച്ചാട്ടങ്ങളും ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോലുള്ള കുറേ റൂട്ട് ബ്രിഡ്ജുകളൊക്കെ കാണാനാകും. ഒരുപാട് നടക്കാനുണ്ട്, അതുകൊണ്ട് നന്നായി ദാഹിക്കും. പക്ഷെ വെള്ളത്തിനായി എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല നീരരുവിയുണ്ട്. വെള്ളമൊക്കെ കുടിച്ച് പതിയെ പോകാം. പോകുന്ന വഴിക്ക് 1-2 കടകളുണ്ട്. എന്തെങ്കിലും വാങ്ങി കഴിച്ച് കുറച്ചു നേരം വിശ്രമിക്കാം. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ കൊണ്ട് കാട്ടിനുള്ളിലൂടെയുള്ള 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് റെയിൻബോ ഫാൾസ്. അടിപൊളി ഉഗ്രൻ കാഴ്ച എന്ന് വെച്ചാൽ ഉഗ്രം. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൂര്യരശ്മികൾ വീഴുമ്പോഴൊക്കെ ഒരു ചെറിയ മഴവില്ല് കാണാം. അതുകൊണ്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് റെയിൻബോ ഫാൾസ് എന്ന് പേര് വന്നിട്ടുള്ളത്. അങ്ങനെ റെയിൻബോ ഫാൾസ് ഒക്കെ കണ്ട് സന്തോഷമായി. ഇനി തിരിച്ചുള്ള യാത്രയാണ്. നമ്മൾ രാവിലെ 8:30 തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. ഇപ്പോഴാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. കാടും വെള്ളച്ചാട്ടവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിലും വലിയ വൈബുള്ള ഒരു സ്പോട്ട് വേറെ ഇല്ല. അപ്പോൾ മേഘാലയയിൽ എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണിത്. മേഘാലയയിൽ നിന്ന് രഞ്ജുഷ രാമകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.